ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് ജാതി ചോദിക്കരുത് എന്ന് പറഞ്ഞ പരമാചാര്യൻ അദ്ദേഹത്തിൻ്റെ തിരുനടക്കലാണ് ഇത്. കൊട്ടിയൂർ അമ്പലത്തിലേക്ക് നമ്മൾ എത്തുന്നതിന് മുൻപോ അതായത് അക്കരെ കൊട്ടിയൂർ അമ്പലത്തിലേക്ക് എത്തുന്നതിന് മുൻപായിട്ടുള്ള ഒരു ക്ഷേത്രമാണ്. ഇവിടെ ശ്രീനാരായണ ഗുരുവിന് പൂജ നടത്തുന്നുണ്ട്. ഇവിടെ ഇതുവഴി പോകുന്നവരെല്ലാം, കൊട്ടിയൂർ അമ്പലത്തിൽ വരുന്നവരെല്ലാം ഇവിടെ വന്ന് പ്രാർത്ഥിക്കാറുണ്ട്, തൊഴാറുണ്ട്. വളരെ ഒരു ആശ്രമത്തിൻ്റേത് പോലെയുള്ള ഒരു അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത്. നമുക്കറിയാം, ഒരു ജാതി ഒരു മതം എന്ന് പറയുന്ന ആ പരമാചാര്യൻ അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ ഇവിടെ സത്യമാവുകയാണ്. കൊട്ടിയൂർ അമ്പലത്തിൻ്റെ കാര്യത്തിൽ എല്ലാ ജാതി മതസ്ഥർക്കും വരാൻ പറ്റുന്ന ഒരു ഇടമാണ് കൊട്ടിയൂർ. കൊട്ടിയൂരേക്ക് ജനസഹസ്രങ്ങൾ ഒഴുകുകയാണ് ഈ വൈശാഖ ഉത്സവത്തിൻ്റെ ഈ നാളുകളിൽ. എന്തായാലും ഇവിടുത്തെ വിശേഷങ്ങൾ ഇവിടുത്തെ പ്രധാനപ്പെട്ട വ്യക്തിയോട് ചോദിച്ച് നമുക്ക് മനസ്സിലാക്കാം. ഈ ക്ഷേത്രത്തിൻ്റെ ഭരണസമിതിയിൽപ്പെട്ട ശ്രീ മോഹനനാണ് എന്നോടൊപ്പം ഉള്ളത്. എത്ര കാലം പഴക്കമുണ്ട് ഈ ഒരു ആശ്രമത്തിന്? 1986 സ്ഥാപിച്ചതാണ്. അതിനുശേഷം സാമൂഹ്യ വിരുദ്ധർ പ്രതിമ തകർക്കുകയും പിന്നീട് അത് ക്ഷേത്രാധാര പ്രകാരം വെങ്കല പ്രതിഷ്ഠ നടത്തുകയാണ് ചെയ്തത്. ഷഡാധാര പ്രതിഷ്ഠയോടുകൂടി ഒരു ക്ഷേത്രത്തിൻ്റെ അടിസ്ഥാനപരമായ പ്രതിഷ്ഠയോടുകൂടിയാണ് വെങ്കല പ്രതിമ ഇവിടെ പ്രതിഷ്ഠിക്കുന്നത്. നമുക്കറിയാം, ഒരു ജാതി ഒരു മതം എന്ന് പറഞ്ഞ പരമാചാര്യനാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് അർത്ഥം ലഭിക്കുന്നത് പോലെയാണ് കൊട്ടിയൂരേക്ക് ഇപ്പോൾ ജനശാസ്ത്രം. അവിടെ ജാതിയില്ല, മതമില്ല, ഭാഷയില്ല, അങ്ങനെ ആൾക്കാർ പല ഭാഗത്തു നിന്നും വരികയാണ്. എന്ത് തോന്നുന്നു ശ്രീ മോഹൻ, ഇങ്ങനെ ഇവിടുത്തെ ഒരു ജനിച്ചു വളർന്ന ആളാണ്. ഇവിടെ കൊട്ടിയൂർ തന്നെ ജനിച്ചു വളർന്ന ആളാണ്. എന്ത് തോന്നുന്നു ഇവിടെ ഇരിക്കുമ്പോൾ? വളരെ സന്തോഷമുണ്ട്. വളരെ ഞാനിതിനു മുമ്പും ഭരണസമിതിയിൽ ഉണ്ടായിട്ടുള്ള ആളാണ്. പിന്നെ ഞാൻ പഠിച്ച സ്കൂളാണിത്. അതെ അതെ. ഇവിടെ എന്തൊക്കെയാണ് സാധാരണ രീതിയിൽ പൂജകൾ, അതുപോലെ തന്നെ മറ്റ് ഗുരുപൂജയുണ്ട്, കുട്ടികൾക്ക് പഠിക്കാണ്ട് വിദ്യാപൂജ ചെയ്യുന്നുണ്ട്, പിന്നെ പുഷ്പാഞ്ജലി നടത്തുന്നുണ്ട്, പിന്നെ പ്രധാന വിളക്ക്, അങ്ങനെ ഗുരുവായിട്ട് ബന്ധപ്പെട്ട ഗുരുദേവനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലുള്ള പൂജകളാണ് ഇവിടെ പ്രധാനമായിട്ട് നടത്തപ്പെടുന്നത്. എത്ര സമയം വരെ ആയിരിക്കും ഇത്? രാവിലെ 4 മണിക്ക് തുറക്കും. ക്ഷേത്രാചാരപ്രകാരമുള്ള പൂജകൾ ശേഷം നട തുറക്കുകയും അത് വൈകുന്നേരം ജനത്തിരക്കനുസരിച്ച് ചിലപ്പോൾ 8 മണി, ചിലപ്പോൾ 10 മണി വരെ ഓപ്പൺ ആക്കി വെക്കും. അപ്പോൾ നമ്മൾ ഈ ക്ഷേത്ര ആയതുകൊണ്ട് ഇതിൻ്റെ പരിസരം ക്ഷേത്രത്തിൻ്റെ ആചാരപ്രകാരം തന്നെയാണ് ഞങ്ങൾ കാത്തു സൂക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ സ്കൂൾ 1 തൊട്ട് 4 വരെയാണ്. ഇപ്പം ഡിവിഷൻ കുറവാണ്, ആകെ 8 ഡിവിഷനേ ഉള്ളൂ. ഇത് 16 ഡിവിഷൻ വരെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ 1963 ഇവിടെ സ്കൂളാണ് ആദ്യം സ്ഥാപിക്കുന്നത്. എന്തായാലും പ്രപഞ്ചശക്തികൾ, ഈശ്വരൻ എന്ന് പറയുന്ന പ്രപഞ്ചശക്തിക്ക് മുന്നിൽ ഒരു മഹാനായ ഒരു മനുഷ്യൻ, അദ്ദേഹം പറഞ്ഞ വാക്കുകൾ അത് ഇപ്പോഴും അക്ഷരം പ്രതി പാലിക്കുന്ന കുറേയേറെ പേർ നമുക്ക് ചുറ്റുമുണ്ട് എന്ന് തന്നെയാണ് ഈ ഒരു സവിധം ഇത്രയും മനോഹരമായി കൊട്ടിയൂർ അമ്പല നടയിൽ തന്നെ ഇങ്ങനെ പരിപാലിച്ചു പോകുന്നതോടെ മനസ്സിലാക്കേണ്ടത്. ശ്രീ മോഹനൻ അദ്ദേഹത്തിന് വളരെ അഭിമാനത്തോടു കൂടിയാണ് പറയുന്നത്, ഞാൻ പഠിച്ച സ്കൂളാണ്, എൻ്റെ നാടാണ്, ഇവിടുത്തെ ഒരു അംഗമായി ഇങ്ങനെ കഴിയുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സാഫല്യമായി അദ്ദേഹം കാണുകയാണ്. എന്നാൽ കൊട്ടിയൂർ അമ്പല നടയിൽ വരുന്നവർ ഈ ഒരു സവിധത്തിലേക്കും എത്തുക, ശ്രീനാരായണ ഗുരുവിൻ്റെ ഈ സവിധത്തിലേക്കും എത്തുക. കാരണം ഇവിടെ ഒരു ആശ്രമത്തിൻ്റെ അന്തരീക്ഷമാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഒരു മനസ്സിനെ നമുക്കൊരു ആശ്വാസം തരുന്ന ഒരു ഇടം കൂടിയാണ്. പിന്നെ നല്ല വചനങ്ങൾ, ആ വചനങ്ങൾ പറഞ്ഞ ഒരു മഹാനായ ഒരു മനുഷ്യനെ, ആ മനുഷ്യനെ വണങ്ങുക എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ചെറിയ കാര്യവുമല്ല.